വേണ്ട. മാത്രമല്ല ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ, ഇഖ്ലാസോടുകൂടി വർക്ക് ചെയ്ത ഒട്ടും അള്ളത് പായാക്കൂല. ഏത് ഞാൻ അവിടെ ചെന്ന് എനിക്ക് നീതി കിട്ടുമോ, എല്ലാവരും കൂടി എന്നെ പൊരിക്കുവോ എന്നൊക്കെ ഇപ്പൊ തോന്നുകയുള്ളോ? അള്ളാന്റെ മുമ്പിൽ ആരും പൊരിക്കൂലടോ. പടച്ചോൻ പൊരിച്ചെങ്കിലായി. പടച്ചോന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ നോക്കേ, അപ്പൊ ഒരു ടെൻഷൻ ഉണ്ടാവൂല. അള്ളാന്റെ വചിക മാത്രം ഉദ്ദേശം, അള്ളാന്റെ വചിക മാത്രം. ഞാന് MSMന്റെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു തോന്നുന്നു, പാലക്കാട് മണ്ണാർക്കാറുള്ള മൊമാലിക്ക, ഇന്ന് ഒമാനിലുള്ള സലാലയിലുള്ള. കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് സലാലയിൽ പോയ മൊമാലിക്ക 50-55 വയസ്സുള്ള ആളാ. കണ്ടാൽ വളരെ ചെറുപ്പക്കാരനാണെന്നു. മുമ്പത്തെ MSMന്റെ സ്റ്റേറ്റ് നേതാവായിരുന്നു, നല്ല പ്രഭാഷകനായിരുന്നു. മൊമാലിക്ക എന്നോട് പറഞ്ഞു, ചില പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് പറഞ്ഞു, നമ്മൾ അള്ളാന്റെ വചിക മാത്രം ഉദ്ദേശിച്ച് ലോകത്ത് പ്രവർത്തിച്ചാൽ ഒരിക്കലും നമുക്ക് നിരാശ ഉണ്ടാവില്ല. അതല്ല സൈഡായിട്ട് വല്ല ലക്ഷ്യം ഉണ്ടായോ, ഷുവറാണ് അവന് വേദനിക്കേണ്ടി വരും. എനിക്കത് നഷ്ടപ്പെട്ടു പോകുമല്ലോ, ആ സ്ഥാനം കിട്ടാതായി പോകുമല്ലോ, അവരെ പിന്തുണയില്ലാതായി പോകുമല്ലോ, ഞാൻ എൻ്റെ കുട്ടീനെ ആ കോളേജിൽ ചേർക്കാൻ പോകുമ്പോൾ അയാളിന്റെ ശത്രു ആവുമല്ലോ എന്ന് വിചാരിച്ചാൽ എല്ലാം പോയി. അതുകൊണ്ട് എനിക്ക് ഈ സദസ്സിലിരിക്കുന്നവരോട് ഒന്നാമതായി പറയാനുള്ളത്, ഇഖ്ലാസ്, അന്നിയ്യത്തൊന്നത് നന്നായി കളി. ഇന്നമല്ല അമലു ബിന്നിയ്യാത്ത്. പല ആളുകളും ചേരുന്ന അങ്ങനെയാണ്, കൂട്ടത്തോടെ ആളുകൾ ചേരുകയാണ്, അസത്യത്തില് നോക്കുകയാണ്. എവിടെ ചെന്നാലാണ് ചില ആളുകൾ പരാമർശിച്ചു കളഞ്ഞു. എന്ത് ആളും അർത്ഥവും സംഗതിയൊക്കെ എവിടെയുള്ളത്, ആ സ്ഥാനങ്ങളൊക്കെ എവിടെ ഇങ്ങോട്ട് നിന്നാ മതി, അതാ ബുദ്ധിയിൽ. ഈമാൻ ചോർന്നു പോകുന്ന രംഗൊന്ന് ആലോചിച്ചേ. മനുഷ്യരെ, മുസ്ലിങ്ങളെ, നമ്മൾ ആരാ? നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു ഖൈറു ഉമ്മത്ത്. എഅ്തിസാം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, മുറുകെ പിടിക്കൽ അല്ലേ? വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനം എന്താ? അവിടെ നമ്മൾ പറയുന്നത് അല്ലാഹനെ റബ്ബായി തൃപ്തിപ്പെടുക. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കാൻ, എഅ്തിസാമോടുകൂടി നിലനിൽക്കാൻ അല്ലാഹു നമ്മളോട് പറയാണ്. അതുകൊണ്ട് എല്ലാവരോടും തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, ശക്തമായ ആദർശബോധം, പടച്ചോനോടുള്ള പേടി, പടച്ചോനിലേക്കുള്ള റജാ, അള്ളാഹുവിനോടുള്ള നമ്മുടെ പ്രതീക്ഷ, ആ പ്രതീക്ഷയുമായി ജീവിക്കേണ്ടവരെ നമ്മൾ. അലം യഅലം ബിഅന്നല്ലാഹ യറാ. അല്ലാഹ് നമ്മളെ കാണുന്നു, അല്ലാഹ് നമ്മളെ അറിയുന്നു. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ 35-ാം അധ്യായം 38-ാമത്തെ വചനം. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ അറിയും. ആ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയും. അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ പറയും. ശരിക്ക് ശ്രദ്ധിച്ചിട്ട് ഓരോരുത്തരും ഓരോ ഭാഗവും ഉദ്ധരിക്കപ്പെടുന്ന പ്രമാണം, ആശയങ്ങൾ, കാര്യങ്ങൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ശരിക്ക് ശ്രദ്ധിച്ചിട്ട് വിലയിരുത്തുക. ആർക്കും വേണ്ടിയല്ല, അവനവന്റെ പരലോകത്തിന് വേണ്ടി, അവനവന്റെ ഖബർ വിശാലമായി കിട്ടാൻ, അവിടുത്തെ വിചാരണ ലഘൂകരിക്കപ്പെടാൻ, അവിടെ രക്ഷപ്പെടാൻ. നെഞ്ചകത്തേക്ക് ഒറ്റക ഉണ്ടാവും, ഉറപ്പാണ്. ആ ഒറ്റക്കുള്ള യാത്ര പ്രവാചകന്മാർ ഭയപ്പെട്ടത് അതാ. പ്രവാചകന്മാർ പറഞ്ഞ അതാ, ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അളീം, ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ. അതെ ബാപ്പാ യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. ബാപ്പാ, തീർച്ചയായും 19-ാം അധ്യായം 42, 43, 44 വചനം. ഇബ്രാഹിം നബി ബാപ്പാനോട്, ബാപ്പാ എനിക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടാനല്ല, ബാപ്പ നിങ്ങളെ 10 സെന്റ് കിട്ടാനല്ല, നിങ്ങൾ എന്റെ പരം ചേരാനല്ല, മറിച്ച് ബാപ്പ നിങ്ങൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നരകശിക്ഷ കിട്ടുന്നതിന് ഞാൻ ഭയപ്പെടുക ബാപ്പ. ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. എന്റെ റബ്ബ് പരമകാരുണികനാണ്. ആ പ്രയോഗം പോലും സൂക്ഷ്മമാണ്. ഇത് എന്റെ റബ്ബിന്റെ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പോലും ഇബ്രാഹിം നബി ഉപയോഗിച്ച പദം എന്താ? പരമകാരുണികനായ റബ്ബിന്റെ. എന്തിനാ അങ്ങനെ പറഞ്ഞ്? അത് ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ അങ്ങനെ പറഞ്ഞ്? കഠോരമായി റബ്ബിന്റെ ശിക്ഷ കിട്ടുന്ന, ശിക്ഷിക്കുന്ന ഒരാളാ അല്ലാന്ന് വിചാരിക്കണ്ട. പരമകാരുണ്യന്റെ റബ്ബിന്റെ ശിക്ഷ കിട്ടുക അങ്ങേയറ്റത്തെ ഹതഭാഗ്യനാണെന്ന് പറയാനാ. മനസ്സിലായോ? അപാരമായ ഒരു പോയിന്റാണ്. അങ്ങേയറ്റത്തെ ഹതഭാഗ്യനാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി പറഞ്ഞ് അള്ളാന്റെ കാരുണ്യത്തോട് നിരാശപ്പെടുക ആരാ? ഹതഭാഗ്യവാനല്ലാതെ ആരെങ്കിലും നിരാശപ്പെടുവോ? ആ പരമകാരുണികനായ റബ്ബ് എന്നെയും നിങ്ങളെ ശിക്ഷിക്കരുത്. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ മാർഗരേഖയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ആ മാർഗരേഖ എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ പറ്റിയൊരു മാർഗരേഖയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിജയത്തിന്റെ മാർഗം അവലംബിക്കുകയും വിജയത്തിന്റെ മാർഗം അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ വളരെ ഗൗരവമായി നിങ്ങൾ ഓർക്കണം,
എന്താണ് യഥാർത്ഥത്തിൽ വിജയിക്കാനുള്ള മാർഗം? ഇസ്ലാം സമ്പൂർണ്ണമാണെന്ന് നമുക്കറിയാം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഖുർആനിലെ 17-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. ഈ ഗ്രന്ഥം നിങ്ങളെ നേരെ ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്നു എന്നാണ്. ഖുർആൻ നമ്മളെ നേരെ ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ സാധാരണ പണ്ഡിതന്മാരുടെ ഒരു ദൗത്യമുണ്ടല്ലോ, ലോകത്തെ മുസ്ലിം സംഘടനകളൊക്കെ ഈ പ്രസംഗം ശ്രദ്ധിക്കുന്നുണ്ടാവും. ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടാവും, സമസ്തക്കാരുണ്ടാവും, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുണ്ടാവും, അതുപോലെ അല്ലാത്ത സംഘടനകളിൽപ്പെട്ട ആളുകളുണ്ടാവും. എല്ലാവരും ഇത് കേൾക്കണുണ്ടാവും. തബ്ലീഗ് ജമാഅത്തിനോട് ആഭിമുഖ്യമുള്ളവരുണ്ടാവും, NDF-നോട് ആഭിമുഖ്യമുള്ളവരുണ്ടാവും. എല്ലാ മുസ്ലിങ്ങളോടും മുജാഹിദുകൾ നിങ്ങൾക്ക് മാർഗരേഖ നിർദ്ദേശിച്ച, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യത്തിന്റെ ഒരു കൂട്ടായ്മയാണ്. ഈ കാര്യത്തിൽ വളരെ ഗൗരവമായി ഓർക്കുക. നൂഹ് നബിയുടെ കപ്പലിൽ കയറിയവരാരാ? സത്യവിശ്വാസികളാണ്. അവരിൽ നിന്നാണ് പിന്നീട് അവിശ്വാസികൾ മറ്റൊക്കെ ഉണ്ടായത്. അത് ലോകത്തെന്നും അങ്ങനെയാണ്. എന്നും ആ നിർദ്ധരിച്ച ലാ തസാലു തായിഫത്തു മിൻ ഉമ്മത്തി അറല്ലേ, അതെപ്പോഴും ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വിട്ടേച്ചു പോയ പാതയോ, അത് തെളിഞ്ഞ സമാനതകളില്ലാത്ത നല്ലൊരു മാർഗത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിട്ടേച്ചു പോയത്. തെളിഞ്ഞു നിൽക്കുന്ന ഒരു മാർഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ വിട്ടേച്ചു പോയി. നിങ്ങൾക്കറിയാലോ, റസൂൽ എന്ന് പറഞ്ഞത് തറക്തുക്കും അലൽ മഹിജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, പ്രകാശമായ വെളുത്ത ശുഭ്രമായ ഒരു പാതയിൽ അതിന്റെ രാത്രി ഉണ്ടല്ലോ പകലിനെ പോലെ പ്രശോഭിതമാണ്. അതിന്റെ രാത്രി പോലും എന്താണ്? പകലിനെ പോലെ പ്രശോഭിതമാണ്. ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയറിയാത്തവരായി നമ്മൾ വിട്ടില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും അതിൽ ഭിന്നത ഉണ്ടെങ്കിൽ തീർപ്പ് കൽപ്പിക്കുന്ന വഴി പഠിപ്പിച്ചുകൊണ്ടാണ് റസൂൽ അവിടെ പറഞ്ഞത്. അല്ലാതെ തർക്കിച്ച് കാലം കഴിക്കുന്നവരായിട്ടല്ല. തർക്കത്തിന് പരിഹാര നിർദ്ദേശം അതിൽ പ്രധാനമായി എല്ലാവരും ഓർക്കേണ്ട ഒരു ഭാഗമുണ്ട്. അതാണ് പല സദസ്സുകളിൽ നമ്മൾ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് 3 കാര്യങ്ങൾ ചോദിച്ചു. ഒന്ന്, എന്റെ ഉമ്മത്തെ സമൂലമായി നശിപ്പിക്കപ്പെടരുത്. പ്രകൃതി ദുരന്തത്തിലൂടെ എന്റെ ഉമ്മത്ത് സമൂലമായി നശിപ്പിക്കപ്പെടരുത്. 2, എന്റെ ഉമ്മത്ത് ഇതര ശക്തികളാൽ സമൂലമായി തുടച്ചു മാറ്റപ്പെടരുത്. 3, എന്റെ ഉമ്മത്ത് ഭിന്നിക്കരുത്. അള്ളാഹിനോട് പറയാൻ, അള്ളാഹുവേ എന്റെ ഉമ്മത്ത് ഭിന്നിക്കരുത്. ആദ്യ റസൂൽ എന്ന് പറയാൻ, എന്റെ ഉമ്മത്ത് സമൂലമായി നിഷ്കാസിതമാകരുത്. അള്ളാഹ് പറഞ്ഞു ഓക്കെ, അതുണ്ടാവില്ല, ഞാൻ ഏറ്റു. 2ാമത് പറഞ്ഞു, എന്റെ ഉമ്മത്ത് മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ട് അവർ നശിപ്പിക്കപ്പെടരുത്. അള്ളാഹ് പറഞ്ഞു ഓക്കെ. 3ാമതായി റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്ത് ഭിന്നിക്കരുത്. അപ്പൊ അള്ളാഹ് പറഞ്ഞു അത് നടന്നുകൊണ്ടിരിക്കും, ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. ഇത് റഹ്മാനായ റബ്ബ് പറഞ്ഞതാണ്. ഈ ഭിന്നിപ്പുണ്ടാവുന്ന അള്ളാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. നിങ്ങൾക്ക് വളരെ പ്രസക്തമായി ഈ ചരിത്രം നിങ്ങൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി ഹാക്കിം ഉദ്ധരിച്ച ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഫ്തരികു ഉമ്മത്തി 73 മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ല വാഹിദ. ഈ ഹദീസ് ഒക്കെ നമ്മൾ എന്നും ഉദ്ധരിക്കണം. പക്ഷേ ഇതിന്റെ ഒരു ആശയം നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ല. എല്ലാവരും ആലോചിച്ചു, നബി എന്താ പറഞ്ഞത്? എന്റെ ഉമ്മത്ത് ജൂതന്മാര് 71 ക്രിസ്ത്യാനികൾ 72 എന്റെ ഉമ്മത്ത് 73 വിഭാഗമാവും. 73 വിഭാഗം. കുല്ലുഹും ഫിന്നാർ, അവരിൽ എല്ലാവരും നരകത്തിലാണ്. ഇല്ല വാഹിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അങ്ങനെയാ. ഇനി ഇത് എന്റെ ഉമ്മത്ത് എന്നാണല്ലോ പറഞ്ഞത്. വഹിയുള്ള റസൂലല്ലയാ പറഞ്ഞ്, തെറ്റുപറ്റാത്ത പ്രവാചകനാ പറഞ്ഞ്, ജിബ്രീൽ വഹി കൊണ്ട് കൊടുത്തിട്ടാ പറഞ്ഞ് എന്റെ ഉമ്മത്ത് 73 വിഭാഗവും. അതിൽ 72 നരകത്തിലാണെന്നാ റസൂല് പറഞ്ഞ്. ഓലും സ്വർഗത്തില്, ഇവരും സ്വർഗത്തില്, ആ ആളുകളും സ്വർഗത്തില്. നമ്മളൊക്കെ തന്നെ മുസ്ലിങ്ങളല്ലേ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തല്ലേ, ഷിയാക്കൾ ഉമ്മത്തല്ലേ, ഖവാരിജുകൾ ഉമ്മത്തല്ലേ, മുഅ്തസിലകൾ ഉമ്മത്തല്ലേ, അതുപോലെ ചെകനൂരികൾ ഉമ്മത്തല്ലേ, സമസ്ത ഉമ്മത്തല്ലേ, ജമാഅത്തെ ഇസ്ലാമി ഉമ്മത്തല്ലേ, മുജാഹിദുകൾ ഉമ്മത്തല്ലേ, ഇവിടുത്തെ തബ്ലീഗ് ജമാഅത്ത് ഉമ്മത്തല്ലേ, ഇവരെല്ലാം ഉമ്മത്തല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തൊക്കെ മുസ്ലിങ്ങളല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ റസൂല് പറഞ്ഞ എന്താണ്? 72 നരകത്തിൽ. റസൂലിന് ഒരു കാരുണ്യം ഉണ്ടായിട്ടില്ല, റസൂലിന് ഒരു കോംപ്രമൈസ് ഉണ്ടായിട്ടില്ല. കാരണം സുഖിപ്പിച്ചിട്ട് കാര്യമല്ല. പോയിന്റ് നമ്പർ 1 ശരിക്കും നോട്ട് ചെയ്യണം. മറ്റേത് സുഖിപ്പിക്കലാണ്. നമ്മളും ശരി തന്നെ മുസാക്ക, നമ്മളും ശരി തന്നെ അംസാക്ക, നമ്മളും ശരി തന്നെ അബ്ദുൽ ഖാദറെ എന്ന് പറയുന്നത് തൽക്കാലം വോട്ടിട്ടാനും അംഗീകാരം, അയാൾ ഒരു തർക്കടില്ലാത്ത ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളാ എന്ന് പറയാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് സ്വർഗം കിട്ടൂല. റസൂലിന് അതുകൊണ്ടാണല്ലോ സത്യം പറഞ്ഞ്
അവരിൽ 72 നരകത്തിൽ നിന്ന് അള്ളാന്റെ വഹീ പ്രകാരം പറഞ്ഞ ഒരു വിഭാഗം ഒഴികെ. അപ്പൊ സ്വഹാബികൾ ഇടപെട്ടു. കാരണം എന്താ? ആ 72 ഏതാന്ന് ചോദിച്ചില്ല, അവരെ കുഴപ്പമെന്താന്ന് ചോദിച്ചില്ല. ഒരു വിഭാഗം സ്വർഗത്ത് പോകുന്ന ചോദിച്ചപ്പോ ഉടനെ ചാടിക്കേറി ചോദിച്ച് ആ വിഭാഗത്തിന്റെ പ്രശ്നം എന്താ, അവരെന്തുകൊണ്ടാ സ്വർഗത്ത് പോണേ? കാരണം അതനുസരിച്ച് ജീവിച്ച് നമ്മൾ സ്വർഗത്തിലെത്തും. അതാണ് അവരുടെ ചിന്ത. അവർ റസൂല് പറഞ്ഞു മാന അലൈഹിൽ യൗമ വസ്അബി, മാന അലൈഹിൽ യൗമ വസ്അബി. ബൈഹഖി, നിങ്ങൾക്കറിയാം, ഞാനും എന്റെ സ്വഹാബത്തും ഏതുപോലെ ജീവിച്ചോ അതുപോലെ വസയറാ ഇഖ്തിലാഫൻ കസീറ അലൈക്കും ബിസുന്നത്തി വസുന്നത്തുൽ ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ. മറ്റൊരു റിപ്പോർട്ട്, ഒരുപാട് ഭിന്നതകൾ കാണും. നബി വല്ലാത്തൊരു ഖുതുബ നടത്തി. ഞങ്ങൾ നബിയുടേത് വിടവാങ്ങലാണെന്ന് വിചാരിച്ചു. ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു. നബിയോട് ഞങ്ങൾ പറഞ്ഞു ഇതൊരു വിടവാങ്ങുന്നവരുടെ വസിയത്ത് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ആ റിപ്പോർട്ടില്ലേ, ആ റിപ്പോർട്ടിൽ റസൂലുള്ളാഹി പറയാണ് എന്റെ കാലശേഷം നിങ്ങൾ ഒരുപാട് ഭിന്നതകൾ കാണും. അന്ന് ഭിന്നതകൾ കാണുമ്പോ നിങ്ങൾ ഖുലഫാഉർ റാഷിദീങ്ങളുടെ, അതാണ് ശരിക്കും മൻഹജുസ് സലഫ്. ആ മൻഹജുസ് സലഫ് പിന്തുടർന്ന് മുന്നോട്ട് പോകാൻ ഈ സമൂഹത്തെ പ്രാപ്തമാക്കണം മുജാഹിദ് പ്രസ്ഥാനം ചെയ്യും. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ലാ യസ്ലുഹു ആഖിറ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടം നന്നാകും. ആരംഭ കാലഘട്ടം ഏതൊന്നുകൊണ്ടാണോ നന്നായത് അതുകൊണ്ട്, ആരംഭ കാലഘട്ടം ഏതൊന്നുകൊണ്ടാണോ നന്നായത് അതുകൊണ്ടേ അവസാന കാലഘട്ടം നന്നാകൂ എന്ന് ഇമാം മാലിക്കിന്റെ മശൂറായ ഒരു റിപ്പോർട്ട് നമ്മളൊക്കെ പറയാറുണ്ട്. എന്ത് ആരംഭ കാലഘട്ടം? എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ആരംഭ കാലഘട്ടം ഏതാ ആരംഭ കാലഘട്ടം? റസൂലുള്ളാഹി പറയട്ടെ, വഹിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടെ. അതാണ് നമ്മുടെ ചിന്ത, നമ്മുടെ താല്പര്യം, നമ്മുടെ ആഗ്രഹം. ഇങ്ങനെയൊക്കെ പറയണം, ഇങ്ങനെയൊക്കെ വിചാരിക്കണം. മോഡേൺ സമൂഹത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആളുകൾ എന്താ വിചാരിക്കുക? അത് വേണ്ട, അല്ലാഹ് എന്താ എന്നെ കുറിച്ച് വിചാരിക്കുക? ആ ഒരു ചിന്തയിൽ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കി, വൻ വിജയം ഉണ്ടാവും ജീവിതത്തിൽ. എന്റെ റബ്ബ് എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക? എന്റെ റസൂലിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുക? മീശ പഠിച്ച് താടി പഠിച്ച് അപ്പുറത്ത് ജൂതന്റെ അതേ സഫില് ബഷീറിന് നിൽക്കേണ്ടി വരിക, സുബൈറിന് നിൽക്കേണ്ടി വരിക, അബ്ദുൽ ഖാദറിന് നിൽക്കേണ്ടി വരിക, അബ്ദുറഹ്മാന് നിൽക്കേണ്ടി വരിക, സിദ്ദീഖിന് നിൽക്കേണ്ടി വരിക. അതുണ്ടായിരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്ത് മീശയില്ലാതെ താടിയില്ലാതെ മീശ പഠിച്ച് താടി പഠിച്ച് അങ്ങനെ ഒരു ജൂതന്റെ സ്വഭാവത്തിൽ നിങ്ങൾ വന്ന് നിൽക്കരുത്. ഇതാണ് എന്റെ റസൂലിനെ കണ്ടുമുട്ടുമ്പോൾ റസൂല് എന്നെ തിരിച്ചറിയണം. ഒന്നുകൊണ്ട് മാത്രമല്ല, എന്റെ താടി കൊണ്ട്. കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തില് 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ മുസ്ലിമിന്റെ ഐഡന്റിറ്റി നീണ്ട താടിയായിരിക്കുന്നു. ഹിന്ദുവിന് അഭിപ്രായം ഭിന്നതല്ല, മാപ്പിളർക്ക് അഭിപ്രായം ഭിന്നതാ. ഇത് പഠിക്കണോ ചൊരണ്ടണോ ഡെയിലി, അത് 1.5 മണിക്കൂർ ഇടപെട്ട്. കാരണം അതിന്റെ ഇടയ്ക്ക് ഒരു രോമത്തിൽ കിളത്താലോ, അതിന്റെ ഒരു വെളുപ്പാരയും കണ്ടാലോ, ഈ സൗന്ദര്യ മത്സരത്തിന് പോവുകയല്ലേ, സൗന്ദര്യ മത്സരത്തിന് പോകുക മുമ്പര് അള്ളാനെ. എന്നിട്ട് ആളുകളുടെ വാക്കിന്റെ എന്താണ്? അള്ളാഹ് സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഈ വിധത്തിലൊക്കെ താടി നീട്ടിയ എന്റെ റബ്ബിനെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹു ജമീലുൻ വയുഹിബ്ബു ജമാൽ. ഇത് പഠിപ്പിച്ച റസൂലിന്റെ മുഖത്ത് സമൃദ്ധമായ താടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഹദീസ് നബിക്ക് മനസ്സിലായില്ല, ഈ കാര്യം റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല. അള്ളാഹു ഭംഗി ഇഷ്ടപ്പെടുന്നു, അല്ലാഹ് ഏറെ ഭംഗിയുള്ളവനാണ്, ക്ലീൻ ഷേവ് ചെയ്താലേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നു. റസൂലിന് മനസ്സിലായില്ല, സുല്ലമിക്ക് മനസ്സിലായി. ഇടവണ്ണ ആലോചിക്കണങ്ങളെ എന്താ പറയുന്നത്? അവനാന്റെ യുക്തി അല്ല. ആളുകൾ ചോദിക്കൂലേ, നിങ്ങൾ ഈ പറഞ്ഞ ഹദീസ് പഠിപ്പിച്ച റസൂലുള്ളാഹിക്ക് തിരിഞ്ഞില്ലേ? സഹാബത്ത് ചോദിച്ച നബിയെ, അല്ലാഹ് ഏറെ ഭംഗിയുള്ളവനല്ലേ? അലി റളിയല്ലാഹുവിനൊക്കെ ചോദിക്കണ്ട്. കാരണം അലി റളിയല്ലാഹുവിന്റെ താടി സമൃദ്ധമായ താടി. മനസ്സിലായോ? അപ്പൊ അലി റളിയല്ലാഹു ചോദിക്കണ്ടേ, റസൂലേ അല്ലാഹ് ഭംഗിയുള്ളവനല്ലേ, അല്ലാഹ് ഭംഗി ഇഷ്ടപ്പെടുന്നില്ലേ, അപ്പൊ ഒന്ന് ക്ലീൻ ഷേവ് ആക്കല്ലേ? ഇല്ല, ചോദിച്ചില്ല. ആ ഹദീസ് താടി പഠിക്കാനുള്ള തെളിവായിട്ട് എല്ലാവരും ധരിച്ച് ആ താടി സമൃദ്ധമായി വെക്കൽ സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ടാ കണ്ട്. അങ്ങനെ ഏത് കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടെന്താ? എന്റെ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടുമ്പോ അവിടെ എന്റെ സ്ഥിതി എന്തായിരിക്കും? ഞാൻ ഇവിടെ നിന്ന ആളെ കണ്ടുമുട്ടുമ്പോ, ഞാൻ ആ സദസ്സിൽ ചെന്നാൽ KT ജലീൽ MLA പറഞ്ഞ പോലെ ഞാൻ എത്രയോ സദസ്സിൽ തലാത്തി നിന്നിട്ടുണ്ട്. ഒന്ന് നിലവിളക്ക് കൊളുത്താത്തതിന്റെ പേരിലെന്നാ. ഒന്ന് എന്തിനാത്? ജന്തിന് ബേജാറാണ്. വിഗ്രഹത്തെ ആരാധിക്കേ, കല്ലിനെ ആരാധിക്കേ, എന്തോ ആയിക്കോ. ആരാപ്പന്നെ തടുത്ത് പൊതു മുസ്ലിം ധാരയിൽ നിന്ന് നീ തെറിച്ചു പോയപ്പോഴും ആരാ നിന്നെ തടുത്തത്?
ആരും നടന്നിട്ടില്ല. ഞാനിത് കുറച്ച് ഗൗരവമായിട്ട് പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നാം അടിസ്ഥാനപരമായി എന്ത് തെളിവ് പിടിച്ചിട്ടാ മുന്നോട്ട് പോവുക? എന്ത് കാര്യത്തിലൂടെയാണ് നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്? എന്തിലൂടെയാണ് നാം ജനങ്ങളെ നയിക്കേണ്ടത്? എന്ത് താല്പര്യത്തിന്റെ പേരിലാണ് നാം ആളുകളെ കൂട്ടേണ്ടത്? അവിടെയാണ് നമ്മൾ ഡെയിലി പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. നൂർമാഷ് ഇവിടെ സൂചിപ്പിച്ചല്ലോ സ്വാഗത ഭാഷണത്തിൽ. ഏത്? പടച്ചവനെ, നേരായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണേ. ഇപ്പം മനുഷ്യരെ പണ്ഡിതന്മാരുടെ ദൗത്യമായി ഈ ഖുർആനിക വചനത്തിലൂടെ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അല്ലാഹുവേ, നേരായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണമേ, നേരായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ പാത. ആരാ അനുഗ്രഹിച്ചവര്? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. വിശുദ്ധ ഖുർആൻ പറയാൻ 4-ാം അധ്യായം 69-ാമത്തെ വചനം. ആ വചനത്തിൽ അല്ലാഹു പറയുന്നത് എന്താണ്? അമ്പിയാക്കളുടെ കൂടെയാണ് അല്ലാഹ് അനുഗ്രഹിച്ചവർ. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. വല്ലാത്ത വാക്ക. എല്ലാവരും ഓർക്കുക, പടച്ചോനെ, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ നീ ഞങ്ങളെ പെടുത്തണേ എന്നാണ് ഫാത്തിഹയില് ഇവിടുത്തെ എല്ലാ മുസ്ലിം സംഘടനകളും പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പറയുന്നതോ, അല്ലാഹുവേ, നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി തീർന്നവരുടെ മാർഗം തീർന്നില്ല, നിന്റെ കോപത്തിനിരയാവർ. അതാരാ? ജൂതന്മാരാണ്. ഇത് പണ്ഡിതന്മാര് പറയും, സാധാരണക്കാര് പറയും, ആബാലവൃദ്ധം മുസ്ലിങ്ങൾ പറയും. ഇത് പറയുമ്പോൾ ഓരോരുത്തരും ഓർക്കേണ്ടത് എന്താണ്? ജൂതന്മാരുടെ വഴിയിൽ ഞങ്ങളെ ചേർക്കല്ലേ എന്നാ. അമ്പിയാക്കളുടെ, സിദ്ദീഖുകളുടെ, സ്വാലിഹീങ്ങളുടെ, രക്തസാക്ഷികളുടെ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണേ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ജൂതന്മാരുടെ പാതയിൽ ചേർക്കരുതേ എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താ ജൂതന്മാർക്ക് സംഭവിച്ചത്? 2-3 ഞാൻ പറയാം. ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുമായി അതിന് ബന്ധമുണ്ട് എന്നതുകൊണ്ട്. അതൊന്ന്, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കൽ അത് ജൂതന്മാരുടെ പണിയായിരുന്നു. സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കൽ അത് ജൂതന്മാരുടെ പണിയായിരുന്നു. സൂറത്ത് ബഖറ 2-ാം അധ്യായം 42-ാമത്തെ വചനം. അത് ഒരിക്കലും ഒരു സലഫി പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. ഇവിടെ നിങ്ങൾ നോക്ക്, ജനങ്ങൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കലാണ് ഇതര മുസ്ലിം സംഘടനയുടെ ഒക്കെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ നോക്ക്, മുജാഹിദുകൾക്ക് ഭക്തിയില്ല, തബ്ലീഗ് ജമാഅത്തിന് ഭക്തിയുണ്ട്, അവരെ വേഷവിധാനങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുകയാണ്. സത്യത്തിൽ കൗമിന്റെ ധാരണ എന്താ? വേഷത്തിലാണ് ഇസ്ലാം തെറ്റിദ്ധരിച്ചവർ. വേഷത്തിൽ മാത്രമല്ല, വേഷത്തിൽ ഇസ്ലാമില്ലേ? ഉണ്ട്. വേഷത്തിൽ മാത്രമല്ല, ബോധപൂർവമുള്ള പദപ്രയോഗമാണ്. വേഷം കാണിച്ചിട്ടല്ല ആളുകളെ ക്ഷണിക്കേണ്ടത്. വേഷം ഒരു വിശ്വാസിക്ക് ഇസ്ലാമികമായി റസൂൽ പഠിപ്പിച്ച ഡ്രസ് കോഡ് നിർബന്ധമാണ്, ആണിനും പെണ്ണിനും ഒക്കെ, യാതൊരു സംശയക്കാര്യത്തിലില്ല. പക്ഷേ അനവധി ബിദ്അത്തുകൾ, ഫളായിലെ നമാസ്, ഫളായിലെ അമാൽ, ഫളായിലെ ഹജ്ജ്, ഇതിലൊക്കെ ശിർക്കിന്റെ ഗോഡൌണുകളാണ്. അതൊക്കെ ഖുറാഫാത്തിന്റെ ഗോഡൌണുകളാണ്. കെട്ടുകഥകൾ, അനവധി ലൈഫായ ഹദീസുകൾ, ഇതെല്ലാം ഉണ്ട്. അവിടെ ലൈഫായ ഹദീസ് കൊണ്ട് അമല് ചെയ്യാം എന്ന് വിശ്വസിക്കുന്നവരാണ് തബ്ലീഗ് ജമാഅത്ത്. നാം ലൈഫായ ഹദീസ് കൊണ്ട് അമല് ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഹദീസ് ലൈഫാണോ, ആ ഹദീസ് കൊണ്ട് അമല് ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഒരു ലൈഫായ ഹദീസ് കൊണ്ട് അമല് ചെയ്താൽ അത് ബിദ്അത്താകും, ഹറാമാകും, ശിർക്കാകുന്നുണ്ട്, ശിർക്കാവാത്തതുണ്ട്. അതും പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതും മനസ്സിലാക്കേണ്ടതാണ്. ലൈഫായ ഒരു ഹദീസ് കൊണ്ട് ചെയ്യുന്ന എല്ലാ അമലും ശിർക്കല്ല, അല്ല. അത് പാണ്ഡിത്യമുള്ളവർ ശരിക്കും വേർതിരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഒരുപാട് കിതാബിന്റെ അട്ടിണ്ട് എന്നുള്ള അല്ല പാണ്ഡിത്യത്തിന്റെ അടയാളം. അതുകൊണ്ടാണ് പിന്നെ ഇമാം ബർബഹാരി അദ്ദേഹത്തിന്റെ ശറഹ് സുന്നയിൽ പറഞ്ഞത്, ഒരുത്തന്റെ പാണ്ഡിത്യത്തിന്റെ മാനദണ്ഡം ഓൻ ഒരുപാട് കിതാബ് അറിയുന്നു എന്നുള്ളതല്ല, ഒരുപാട് ഇബാറത്തുകൾ അറിയുന്നു എന്നുള്ളതല്ല, ഒരുപാട് വായിച്ചർത്ഥം പറയാൻ പറ്റുന്നു എന്നുള്ളതല്ല. ഓൻ സത്യത്തോട് എത്ര കൂറ് പുലർത്തുന്നു. സത്യത്തിൽ ആ ഫിർഖത്തുൻ നാജിയിൽ പെട്ടവനാണെങ്കിൽ അവന്റെ കയ്യിൽ കിതാബിന്റെ എണ്ണം കുറവാണെങ്കിലും, അവൻ ജനങ്ങളോട് പറയുന്ന ഇബാറത്തുകളുടെ എണ്ണം കുറവാണെങ്കിലും, അവൻ തന്നെയാകുന്ന സത്യത്തിലെന്ന് ബർബഹാരി, ഇമാം ബർബഹാരി അദ്ദേഹത്തിന്റെ ശറഹ് സുന്നയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം.
സെലഫുകളുടെ വഴിവിട്ട് തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്നവൻ സ്വയം പിഴച്ചവനും പിഴപ്പിക്കുന്നവനുമാണ് എന്നും ബർബഹാരി ശറഹ് സുന്നയിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്ന വസ്തുത നാം അറിയേണ്ടതുണ്ട്. അല്പസ്വല്പമൊക്കെ പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. നമുക്കൊരു തരം മരവിപ്പും ഒരു തരം ജാഹിലിയത്തും ഒരു തരം തക്ലീദും നമ്മുടെ സമൂഹത്തിൽ വന്നു ഭവിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ 50 കൊല്ലം ജീവിച്ച ഒരു സമസ്തക്കാരനോട് ഒരു കാര്യം പറഞ്ഞ അയാൾ പറയും, ഞങ്ങളുടെ കാരണവന്മാരെ വലിയ വലിയ പണ്ഡിതന്മാരെ ഇന്നെന്ന ആളുകള് ആ ആളുകളൊക്കെ എങ്ങനെയാണല്ലോ ചെയ്തത്, ആ ആളുകൾ എന്നതിലൊക്കെയാണല്ലോ ഉറച്ചുന്നത്, അവരൊക്കെ പഴിച്ചോരെ ഞങ്ങൾക്കത് മതി എന്ന് പറയുന്ന ഒരു പ്രവണത സമസ്തയിലെ ആളുകൾക്ക് വ്യാപകമായി. ഇപ്പൊ അറിയാതെ നൊയഞ്ഞ് മുജാഹിദുകൾക്കിടയിലും അത് വന്നിട്ടുണ്ടോ എന്ന് നാം ആത്മവിചിന്തനം ചെയ്യണം. ഒരു ഹദീസ് കേട്ടാൽ ഇതൊന്നും നമ്മുടെ ഉസ്താദ് പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ പള്ളി KM മൗലവി കുത്തുപെടുത്തിയ പള്ളിയാ, ഞങ്ങളുടെ പള്ളി MCC കുത്തുപെടുത്തിയ പള്ളിയാ, ഞങ്ങളുടെ പട്ടാളപ്പള്ളി ഉമർ മൗലവി കുത്തുപെടുത്തിയ പള്ളിയാ, അവരിൽ നിന്നൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയൽ ഒരു സമസ്തയുടെ മരവിപ്പ് വിശ്വാസമാണ്. അത് മുജാഹിദുകളിലേക്ക് നൊയഞ്ഞു കയറി വരുന്നു എന്ന് ഞാൻ ഗൗരവമായി സംശയിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാം ഗൗരവമായി വിഷയങ്ങൾ കാണണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി നമ്മെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. സമസ്തക്കാരൻ നമ്മളെ റോട്ടിൽ നിന്ദിക്കുന്നുള്ള വിഷയം. പരലോകത്ത് നിന്ദിരാകരുത്. ദെൻ അടിവരയിട്ട് ഒന്നുകൂടെ മനസ്സിലാക്ക്, പരലോകത്ത് നിന്ദിരാകരുത്. ഇഹലോകത്താരോ ശപിക്കട്ടെ, ഇഹലോകത്താരോ പറയട്ടെ, ഇഹലോകത്താരോ നമ്മെ നിന്ദിക്കട്ടെ, പരലോകത്ത് നിന്ദ്യത വരരുത്. ആ നിന്ദ്യതയാണ് കൂട്ടരെ ഏറ്റവും വലിയ നിന്ദ്യത. ഉലൈക യൽഅനഹുമുല്ലാഹ് വയൽഅനഹുമുൽ ലാഇനൂൻ. അല്ലാഹുവിന്റെ ശാപം, മലക്കുകളുടെ ശാപം അതില്ലാതിരിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാൻ. അപ്പൊ ജൂതന്മാർ സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴച്ചു, അതവരുടെ വഴിയായിരുന്നു. രണ്ടാമതായോ അതഅമുറൂന അന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കുക, അതുപോലെ ജനങ്ങളോട് നല്ലത് കൽപ്പിച്ചിട്ട് സ്വന്തം കാര്യം മറന്നു പോകുക. സൂറത്ത് ബഖറ 44-ാമത്തെ വചനം. പണ്ഡിതന്മാർ നിങ്ങൾക്കറിയാലോ, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന ആ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അമാന മൗലവിയുടെ ഒരു വിശദീകരണം ഇത്തരുണത്തിൽ പ്രസ്താവ്യമാണ്. കാരണം എന്താണ്? മുജാഹിദ് പണ്ഡിതന്മാർ ഒരാൾ ഫോൺ ചെയ്താൽ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ഒരു പണ്ഡിതൻ ഓർക്കേണ്ടത്, ഞാൻ ആളുകൾക്ക് വസ്വാസ് ഉണ്ടാക്കേണ്ടവനല്ല, ഞാൻ ആളുകൾക്ക് വസ്വാസ് ഉണ്ടാക്കേണ്ടവനല്ല. ആശയക്കുഴപ്പം സൃഷ്ടിക്കലല്ല എന്റെ ഡ്യൂട്ടി, ആശയക്കുഴപ്പം ഇല്ലായ്മ ചെയ്യലാണ്. ഒരു സമസ്ത പണ്ഡിതനെ വിളിച്ചിട്ട് അവനൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയാൽ ആ ആശയക്കുഴപ്പം ഒന്നുകൂടെ വർദ്ധിപ്പിക്കേണ്ടവരല്ല നമ്മൾ. ആശയക്കുഴപ്പം ദൂലീകരിച്ചു കൊടുത്തവരാ മുജാഹിദുകൾ. ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിലെ ഒരു വാചകം, തൗഹീദിന്റെ സമഗ്രതയിൽ മുജാഹിദുകൾ പരാജയപ്പെട്ടു എന്നതാണ്. ഈ അടുത്ത കാലത്ത് പ്രബോധനം എഴുതിയത്, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ വരുന്നില്ല. ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്, മുജാഹിദുകൾ രാഷ്ട്രീയ തൗഹീദ് സ്വീകരിച്ചില്ല എന്ന് വിടുവായിത്തം പറയുകയാണ്. ഇങ്ങനെയൊക്കെ പറയുന്നവരോട് മുജാഹിദുകളെ നമ്മളാരാ? അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികൾ. അവർ ഇൽമിനെ അനന്തരമെടുക്കുന്നവരാണ്. അംബിയാക്കൾ അനന്തരാവകാശികൾ. അംബിയാക്കൾ ഒസുവാസ് ഉണ്ടാക്കിയിട്ടില്ല, അംബിയാക്കൾ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടില്ല. അവൻ ആശയക്കുഴപ്പം ഉണ്ടായില്ലേ എന്ന് പറഞ്ഞ് അവർ ചിരിച്ചിട്ടില്ല, അവർ പരിഹസിച്ചിട്ടില്ല, അവർ സന്തോഷിച്ചിട്ടില്ല, സഹപ്രവർത്തകനോട് അത് പറഞ്ഞ് ചിരിച്ചിട്ടില്ല. ഇനി ആർക്കെങ്കിലും ഒസുവാസ് ഉണ്ടായാൽ അതിന്റെ പേരിൽ ദുഃഖിച്ചവരാണ് യഥാർത്ഥ പണ്ഡിതന്മാരെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാൻ സൂറത്തുൻ നാസിൽ നിന്ന് അമാന മൗലവി റഹ്മഹുല്ലാ ഈ ഭാഗം വിശദീകരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അമാന മൗലവി ഈ അധ്യായത്തെ വിശദീകരിച്ചുകൊണ്ട് 3642-ാമത്തെ പേജിൽ അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ മനുഷ്യഹൃദയങ്ങളിൽ പിശാചിന്റെ വിഷമത്തിനൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നോക്കുക. നിങ്ങളൊരാളുടെ അടുക്കൽ പിശാച് വരും, എന്നിട്ടവൻ പറയും, ബ്രാക്കറ്റിൽ തോന്നിപ്പിക്കും, ഇന്ന വസ്തു സൃഷ്ടിച്ചുണ്ടാക്കിയതാരാൻ, ഇന്ന വസ്തു സൃഷ്ടിച്ചുണ്ടാക്കിയതാരാൻ. അങ്ങനെ ഒടുക്കം അവൻ പറയും, നിന്റെ റബ്ബിനെ സൃഷ്ടിച്ചതാരാണ്. അവിടെ എത്തിയാൽ അപ്പോൾ അവൻ മനുഷ്യരെ അള്ളാഹുവിൽ ശരണം തേടുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു കൊള്ളട്ടെ. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മനുഷ്യഹൃദയങ്ങളിൽ ആദ്യം അന്വേഷണ രൂപത്തിൽ ഉത്തരം കിട്ടാത്ത സംശയങ്ങളും ക്രമേണ ഉത്തരം മുട്ടിക്കുന്ന
ആശയക്കുഴപ്പങ്ങളും പിശാച് കുത്തിച്ചെലുത്തുന്നു. അങ്ങനെ ഒടുക്കം വഴിവിയപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതുപോലെയുള്ള ആപൽസന്ധിയിലേക്ക് നീങ്ങുവാൻ മനുഷ്യനെ അനുവദിക്കരുത് എന്നാണ് ഹദീസിന്റെ താല്പര്യം. ഇതേ അടവ്, അടുത്ത വാചകം കേട്ടോളൂ, ഇതേ അടവ് ചില മനുഷ്യ പിശാചുക്കളിലും കാണാവുന്നതാണ്. അന്വേഷണം, വിശകലനം, നിരൂപണം, ചർച്ച അതിയായ മധുരപ്പേരുകൾ നൽകി തർക്കത്തിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും ഒടുക്കം നിഷേധത്തിലേക്കും എത്തിച്ചേ അവർ അടങ്ങുകയുള്ളൂ. ന്യായവാദങ്ങളും യുക്തിവാദങ്ങളും മോഹനവാക്കുകളും അവരുടെ ആയുധങ്ങളായിരിക്കും. ഈ ആയുധധാരികൾ നമ്മളെ കാത്തിരിക്കുന്നു. ഈ മാസത്തിന്റെ ഒടുക്കത്തിലും അപ്പുറത്തും ഈ ആയുധധാരികൾ ഈ സംശയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വസ്വാസ് ഉണ്ടാക്കാൻ കാത്തിരിക്കുന്നു എന്ന ബോധം നമുക്കുണ്ടാകണം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആധുനിക സംവിധാനങ്ങളിലൂടെ വസ്വാസ് സൃഷ്ടിക്കാനല്ല അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന തിരിച്ചറിവും ഗൗരവമായി നമുക്കുണ്ടാകണം. സ്വയം ആത്മവിചിന്തനം നടത്തുന്നതോടൊപ്പം ലോകത്തെ നന്മയിലേക്ക് നയിക്കേണ്ടവർ മഹാനായ മൂസാ നബിയെ ഫിറൗനിന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞേക്കുമ്പോ അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുടെ പൊരുള് എങ്ങനെ നിങ്ങൾക്കും എനിക്കും മറക്കാൻ കഴിയും? 20-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള പ്രാർത്ഥനയിൽ യഫ്ഖഹു ഖൗലി, അല്ലാഹുവേ എന്റെ പ്രസംഗം, എന്റെ വാഗ്ദോരണി, എന്റെ വാക്ക്, എന്റെ നിർദ്ദേശം അവർക്ക് മനസ്സിലാകണേ, വസ്വാസ് ഉണ്ടാകണേ എന്നല്ല, ആശയക്കുഴപ്പത്തിലാക്കി നട്ടം തിരിപ്പിക്കണേ എന്നല്ല, ഒന്നുമല്ലാതെ ഇട്ടെറിഞ്ഞു പോകുന്ന പരുവത്തിൽ അവന് തലക്കനമുണ്ടാക്കുന്ന പ്രവൃത്തിയല്ല മനുഷ്യരെ നാം ചെയ്യേണ്ടത്. മറിച്ച് മനുഷ്യർക്ക് ആശയക്കുഴപ്പമുണ്ടായത് ദൂലീകരിച്ചു കൊടുക്കലാണ്. ഏതുപോലെ ഖബർ സിയാറത്ത് മുജാഹിദുകൾ ശിർക്കാണെന്ന് പറയുന്നു. സാധുക്കളായ ആളുകൾ വരും, അസാധുക്കളായ ആളുകൾ വന്നിട്ട് അവർ ചോദിക്കും, നിങ്ങൾ ഖബർ സിയാറത്ത് എതിർത്തു എന്ന് പറയുന്നു, ഖബർ സിയാറത്ത് ശിർക്കാന്ന് പറയുന്നു. ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് കേട്ടതാ, ആശയക്കുഴപ്പമുണ്ടായി. സ്വാഭാവികമായ ഒരു മുജാഹിദ് പണ്ഡിതടുത്ത് വന്നാൽ, മോനെ ഖബർ സിയാറത്ത് സുന്നത്താണ്. ഒന്നാമതായി നമ്മൾ പറയും, അവന്റെ മനസ്സിലേക്ക് സത്യത്തിന്റെ വെളിച്ചമിറങ്ങുകയായി. മോനെ ഖബർ സിയാറത്ത് സുന്നത്താണ്, അത് മരണത്തെ ഓർക്കാനും പരലോകത്തെ ഓർക്കാനുമാണ്. നബി ഖബർ സിയാറത്ത് നിരോധിച്ചൊരു കാലം മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു മോനെ. അതെന്തുകൊണ്ടെന്നറിയുമോ? അവർ ഖബറാരാധിച്ചവരായിരുന്നു. അവർ റസൂലുള്ളാഹിന്റെ തൗഹീദ് കേട്ട് ഖബറാളികളെ വിളിക്കുന്നത് നിർത്തി ഈ ഇസ്ലാമിലേക്ക് വന്നപ്പോ അപ്പൊ തന്നെ അവർക്ക് ഖബർ സിയാറത്ത് അനുവദിച്ചാൽ പല മഹാന്മാരുടെ ഖബറിടത്തിലും അവർ ചെല്ലും. വീണ്ടും അവർ ഖബറാളികളോട് പ്രാർത്ഥിക്കും. അതുകൊണ്ട് റസൂലുള്ള ഖബർ സിയാറത്ത് അവർക്ക് ആദ്യം നിരോധിച്ചു. ശരിക്കും തൗഹീദ് ഉറച്ചപ്പോൾ അവർക്ക് ഖബർ സിയാറത്ത് അനുവദിച്ചു. ഞങ്ങൾ പറയുന്നത് ഖബർ സിയാറത്ത് സുന്നത്തും അത് ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്, ഖബറാളിക്ക് പൊറുച്ചു കൊടുക്കാൻ പ്രാർത്ഥിക്കാനാണ്, മരണത്തെ ഓർക്കാനാണ്. ജീവിതത്തിലെ വിരാമം കുറിക്കുന്ന മരണത്തെയും മരണാനന്തര ജീവിതത്തെയും ഓർക്കാനാണ്. അല്ലാതെ ഖബർ സിയാറത്തിനെ എതിർത്തിട്ടില്ല. ഖബർ ആരാധനയെ, ഖബർ സിയാറത്തിന്റെ മറവിലെ പൂജയെ, ഖബർ സിയാറത്തിന്റെ പേരിലെ ഉറൂസിനെ, ഖബർ സിയാറത്തിന്റെ പേരിലെ ആനയിനല്ലത്തെ, ഖബർ സിയാറത്തിന്റെ പേരിലെ ശിർക്കൻ കുഫ്രൻ വിശ്വാസങ്ങളെയാണ് മോനെ സലഫികൾ എതിർക്കുന്നത് എന്ന് പറഞ്ഞാൽ അവന് കാര്യം മനസ്സിലാകും. ഏതുപോലെ എന്റെ ഓർമ്മകളിൽ ഒരു സംഭവം പറയാം. എന്റെ ക്ലിപ്പിംഗ് ഇട്ടുകൊണ്ടൊരു മുസ്ലിയാര് ഒരു ചെറുപ്പക്കാരനെ തെറ്റിദ്ധരിപ്പിച്ചു. ഭാഗ്യത്തിന് അവന്റെ കൂട്ടുകാരൻ ഒരു മുജാഹിദായിരുന്നു. ബാലുശ്ശേരി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്നവന്റെ മൊബൈലിൽ നിന്ന് ക്ലിപ്പിംഗ് കേൾപ്പിച്ചപ്പോ മുജാഹിദ് പ്രവർത്തകനായ MSM പറഞ്ഞു, അതിന്റെ ബാക്കി ഞാൻ നിനക്ക് തരാം, നീ കേൾക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവൻ അതിന്റെ ബാക്കി കേട്ടു. കേട്ടപ്പോഴാണ് അവന്റെ ഉസ്താദ് കാണിച്ച അക്രമവും കളവും വഞ്ചനയും കോട്ടിമാട്ടലും അവനെ ബോധ്യപ്പെട്ടത്. ഓടി പള്ളിയിലേക്ക് കയറി ഓടിച്ചെന്നു. വൈകാരികമായ ഉസ്താദിനോട് പറഞ്ഞു, അടിച്ച് കണ്ണ് ഞാൻ പൊട്ടിച്ചേളും, പണ്ഡിതൻ എന്ന നിലക്ക് പണ്ഡിത ധർമ്മം നിർവഹിക്കണം, ഈ മാതിരി തോന്നിയാസം പറയരുത്. ഇന്നവൻ സജീവമായി മുജാഹിദാണ്. അപ്പൊ ഇവിടുത്തെ സമസ്തക്കാർ ബാക്കിയുള്ളവർ ആളുകളെ പറ്റിക്കുകയാണ്, ചതിക്കുകയാണ്. അവർ പലതും മുജാഹിദുകൾ വർഗീയവാദികളാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ എഴുതി. മുജാഹിദുകൾ സഹിഷ്ണുത ഇല്ലാത്തവരാണ് എന്നവരെഴുതി. മുജാഹിദുകൾ രാജ്യസ്നേഹമില്ലാത്തവരാണ്, അതുപോലെ മതേതര കാഴ്ചപ്പാടില്ലാത്തവരാണ്. പ്രബോധനങ്ങളിൽ തുടർലേഖനങ്ങൾ എഴുതി. ഞങ്ങൾ നിങ്ങളോട് ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ എഴുതാനുള്ള സ്വാതന്ത്ര്യമില്ലേ, പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ,
ഞങ്ങളുടെ നേതാക്കന്മാരുടെ നെഞ്ചിൽ ബ്രിട്ടീഷുകാർ നിറയൊഴിച്ച് ഞങ്ങൾ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ പിറകിലാണോ നീയും നിന്റെ പാർട്ടിയും പടുത്തുയർത്തപ്പെട്ടത് എന്ന് വിമർശകരോട് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് 1000 വട്ടം ശാപം നേർന്ന് മാറി നിൽക്കുകയും ബ്രിട്ടീഷുകാരോട് പോരാടിയ വഹാബി മൂവ്മെന്റ് എന്ന് ബ്രിട്ടീഷുകാരാൽ വിളിക്കപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കേരളത്തിന്റെ ഒരു ചരിത്രകാരൻ ഓർക്കണമെങ്കിൽ വക്കം മൗലവിയെ ഓർത്തിട്ടല്ലാതെ സാധ്യമല്ല. അല്ല, നിങ്ങൾക്കറിയാം MCC സഹോദരങ്ങളെ, KM മൗലവിയെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ, ഈ മൊയ്ദ് മൗലവിയെ, അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഉമർ മൗലവി മരിച്ചിട്ട് എഡിറ്റോറിയൽ എഴുതിയ ഉമർ മൗലവിയെ മറന്നുകൊണ്ട് കേരളത്തിന്റെ ചരിത്രം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇർവിൻ പ്രഭുവിനെ ബോംബ് പൊട്ടി അയാൾ രക്ഷപ്പെട്ടപ്പോൾ അയാൾക്ക് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിച്ച സമസ്തയുടെ ഇന്നലകളുടെ നായകന്മാരിൽ നിന്നും ബ്രിട്ടീഷുകാരുടെ സ്വാതന്ത്ര്യത്തിനെതിരെയും ബ്രിട്ടീഷുകാർ ഇവിടെ ജീവിക്കുന്നതിനെതിരെയും പടപൊരുതിയ മുജാഹിദുകൾക്കെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ, 41 കോടി മനുഷ്യരുടെ വികാരത്തിനെതിരെ 1000 വട്ടം ശാപം നേരുകയും ലാത്ത പോയി മനാത്ത വരുന്നതിന് തുല്യമാണ് ബ്രിട്ടീഷുകാർ ഇവിടം വിട്ട് ഇന്ത്യക്കാർ ഭരിക്കുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഇപ്പോൾ കുതിര കയറുന്നുവല്ലേ? അല്ലേ? ആലോചിച്ചു നോക്കിയേ. പാലക്കാട് കോട്ട മൈതാനിയിൽ നിങ്ങളുടെ ആദ്യത്തെ സോളിഡാരിറ്റിയുടെ സ്റ്റേറ്റ് സമ്മേളനം മലവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയ ഓർമ്മകൾ നിങ്ങൾക്കുണ്ടാകും. ബാബരി മസ്ജിദിന്റെ തായിക കുടങ്ങൾ ഒന്നൊന്നായി തല്ലിത്തകർത്തി ഇന്ത്യൻ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ച ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിച്ച അതേ മാസത്തിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു മതസംഘടനയ്ക്ക് സൗഹാർദ്ദ സമ്മേളനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചതുർദിന സമ്മേളനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിൻ ഡ്രോപ്പ് സൈലൻസിൽ ലോകത്തെ ആകർഷിച്ച ചതുർദിന സമ്മേളനം നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മുജാഹിദുകൾക്ക് മാത്രമാണ്. നിങ്ങളെ നിരോധിച്ച പോലെ ഞങ്ങളെ നിരോധിച്ചിട്ടില്ല. നിങ്ങളെ സിമിക്കുട്ടികൾ കേരളത്തിൽ ഉണ്ടാക്കിയ പോലെ പൊല്ലാപ്പ് ഞങ്ങളുടെ ISM ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ വർഗീയവാദികൾ, തീവ്രവാദികൾ എന്ന് വിളിക്കുന്നുവല്ലേ? അല്ലേ? ആലോചിക്കണം. അരക്കൈയില്ലാത്തോന്, വിരലില്ലാത്തോന് നേരെ കുതിര കയറുകയല്ലേ? അല്ലേ? അതുകൊണ്ട് നിങ്ങളോടൊക്കെ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. കൂനു ഖവാമീന ബിൽ ഖിസ് ശുഹദാ ലില്ലാഹ്. കൂനു ഖവാമീന ബിൽ ഖിസ് ശുഹദാ ലില്ലാഹ്. 5-ാം അധ്യായമാണ്, വായിക്കീൻ. 8-ാമത്തെ വചനമാണ്, തീർന്നില്ല. ഖുർആനിലെ 4-ാം അധ്യായം 135-ാമത്തെ വാചകം, വലൗ വലാ അൻഫുസികും ബിൽ വാലിദൈനി വൽ അഖ്റബീൻ ഇൻ യകൂനു ഗനിയ്യൻ ഔ ഫഖീറ. സ്വന്തം ബാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അവര് സമ്പന്നന്മാരാകാം, ദരിദ്രരാകാം, പക്ഷെ നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. ഈ നീതിബോധം, ഏത് വിമർശനത്തിലും നീതിബോധം, വസ്തുതാപരമായ ഈ വിമർശനം സ്വാഗതമാണ്. മുജാഹിദുകൾ എന്നും സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷെ വസ്തുതയല്ലാതെ തെറ്റിദ്ധരിപ്പിക്കലുകൾ അല്ലേ? അതുകൊണ്ട് തന്നെ പണ്ഡിതധർമ്മം നിർവഹിക്കുന്ന ബാധ്യസ്ഥരാണ്. എന്താണ് മൻഹജുസ് സലഫ്? മുജാഹിദുകളുടെ പ്രത്യേകതയും അതാണ്. മുജാഹിദുകൾ പറയുന്നത് ഖുർആനും സുന്നത്തിനെയും സ്വന്തം ഇഷ്ടപ്രകാരം മനസ്സിലാക്കരുത്, സ്വന്തം താല്പര്യപ്രകാരം വ്യാഖ്യാനിക്കരുത്, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കരുത്. മറിച്ച് മൻഹജുസ് സലഫ് എല്ലാ സദസ്സിലും നമ്മൾ പറയണം. അപ്പൊ മടവൂർ വിഭാഗം മുജാഹിദ് പ്രസ്ഥാനം എന്താന്ന് സമസ്തക്കാരും അല്ലാത്തവരും എല്ലാവരും ഒന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. മടവൂർ വിഭാഗം നമ്മളിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അവരുമായി നടത്തിയ മദീനത്തുൽ ഉലൂമിൽ വെച്ച് നടത്തിയ അക്കാലഘട്ടത്തിലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അക്കാലഘട്ടത്തിൽ ജൂൺ 4-ാം തീയതി നടത്തിയ ചർച്ചയിൽ ഇത് 10 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥ ഞാൻ പറയും. 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ. ആ 10 വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം അന്ന് ചർച്ചയുണ്ടായപ്പോ എല്ലാ വിഭാഗം ആളുകളെയും ഇരുത്തിയിട്ട്, പണ്ഡിതന്മാരെ ഇരുത്തി, ജൂൺ 4-ന് മദീനത്തുൽ ഉലൂമിൽ ചേർന്ന KJ-യുടെ നിർവാഹ സമിതി യോഗത്തിന്റെ മിനുട്സ് ആണ് എന്റെ കയ്യിൽ. ഒരു വ്യാഴവട്ടക്കാലത്തിന് മുമ്പുള്ള കഥയെ പറയും. ആ മിനുട്സിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമാണങ്ങളോടുള്ള സമീപനം രേഖപ്പെടുത്തുന്ന ഒരു ഭാഗം. ഇത് നമ്മൾ എല്ലാവരും അറിയണം, നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. ഇത് അരക്കെട്ടുറപ്പിക്കണം. ഇത് വിട്ടാൽ മാനദണ്ഡം തെറ്റി. ഇത് വിട്ടാൽ നമുക്കൊരാളെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതെന്താണ്? വ്യതിയാനം സംബന്ധിച്ച വിവരണവും പ്രതികരണങ്ങളും തീരുമാനങ്ങളും. ഖുർആനും അടിവരട്ട് ഓരോന്ന് മുജാഹിദുകൾ ഇവിടെ നിൽക്കുന്നു എന്ന് പറയാൻ ഞാൻ തെറ്റിദ്ധരിച്ചവരോട് എന്താണ് വസ്തുത എന്ന തിരിച്ചറിവിന് വേണ്ടി വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും
മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം ബ്രേക്കറ്റിൽ മൻഹജ് അവലംബിക്കേണ്ടതില്ലെന്നും അങ്ങനെ ഒരു മൻഹജ് തന്നെ ഇല്ലെന്നുമുള്ള വാദം നാം ഇതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ വ്യതിയാനമാണ്. അപ്പൊ അന്ന് അക്കാലഘട്ടത്തിൽ മടപൂരികൾ മൻഹജു സലഫ് വിട്ട് കളിച്ചു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖിന് കെ തോന്നിയതുപോലെ അർത്ഥം പറഞ്ഞു. മുഹമ്മദ് സുല്ലമി മർഹൂം അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് അക്കാലഘട്ടത്തിൽ പലതും മൻഹജു സലഫ് വിട്ട് പല വീക്ഷണങ്ങൾ അവർക്കുണ്ടായി. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്, അതായത് ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും ഒരു ഹദീസ് അത് സ്വഹീഹാണ്, സലഫികൾ എങ്ങനെ മനസ്സിലാക്കി, ഒരു ഹദീസ് ലഈഫാണ്, അതിനെ സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി, അങ്ങനെ മനസ്സിലാക്കാവൂ. ഇത് കേനമിന്റെ കാലഘട്ടത്തിലെ തീരുമാനമാണ്. ഇന്നും നമ്മളത് വ്യതിചലിച്ചിട്ടില്ല. വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടക്കുമെന്നതിന് സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗൾഫ് സലഫിസം വേറെ, കേരളത്തിലെ സലഫികൾ വേറെ എന്നായിരുന്നു MI മുഹമ്മദ് അലി അന്ന് പുസ്തകം എഴുതിയത്. ഇനിയും വരുന്ന ആളുകളിൽ അത്തരത്തിലുള്ള ധ്വനികൾ വരാൻ പോകുന്നു. ഗൾഫ് സലഫികൾക്ക് വേറെ ആരുമായി ബന്ധമില്ല എന്ന് പറയുന്ന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അബദ്ധം ഒരുപാട് പറ്റിയ ആളാണ്. ഷൗക്കാനി അബദ്ധം ഒരുപാട് പറ്റിയ ആളാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ഒരുപാട് തെറ്റുപറ്റിയ ആളാണ്. അതുപോലെ പല പണ്ഡിതന്മാരും പ്രഗത്ഭരായ സലഫി പണ്ഡിതന്മാർ ഇരുത്തം വന്നവർ അവരൊക്കെ തെറ്റുപറ്റിയവരാണ്. ഞങ്ങളൊരു ഇത്തിരി പേർ അഞ്ചത്തായുള്ള ആളുകൾ ഒരിക്കലും തെറ്റുപറ്റാത്ത മൗസൂമിങ്ങളാണ് എന്ന അവസ്ഥാവിശേഷത്തിലേക്ക് കാര്യങ്ങൾ ഇതുപോലെ വരും. അതുകൊണ്ട് അവിടെ തെളിഞ്ഞ തീരുമാനം, ശക്തമായ തീരുമാനം, വ്യക്തമായ ആദർശം, പരലോകത്തിന് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, അവിടെ നരകത്തിലെത്തിപ്പെടാതിരിക്കാൻ, അവിടെ നരകത്തിന്റെ കവാടങ്ങളിൽ മലക്കുകൾ നമ്മളെ നരകത്തിലേക്ക് കാട്ടിത്തളിക്കാതിരിക്കാൻ ഈ ഒരു നിലപാട് അനിവാര്യമാണ്. എന്താണ് ആ നിലപാട്? ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം. എന്നിട്ട് ഇതിനൊരു പ്രതികരണം, മടൂർ വിഭാഗത്തിന്റെ പ്രതികരണം. ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം അവലംബിക്കേണ്ടതില്ലെന്ന വാദം ഞങ്ങൾക്കില്ല. അത് അന്നവരെഴുതിയതാ. പക്ഷെ ഇപ്പോഴോ ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ ബുഖാരിയിൽ ലൈഫുണ്ട് എന്നവർ പറഞ്ഞിട്ടില്ല. ഇതെഴുതിയ കാലത്ത് മുസ്ലിമിനെതിരെ അവർ പടപൊരുതിയിട്ടില്ല, പല കാര്യങ്ങൾക്കെതിരെ അവർ പടപൊരുതിയിട്ടില്ല. ഇത് എഴുതി വെച്ചിട്ടും അവർ മൻഹജു സലഫ് വിട്ടു എങ്കിൽ ഇത് എഴുതി വെച്ച നമ്മൾ അന്ന് ഇരുഭാഗത്തിലും ആരെഴുതിയോ അവർക്കും അത് സംഭവിക്കാം എന്നതിലേക്ക് ഇത് തെളിവാവുകയുള്ളൂ. അവസാനം ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം എന്താ? ആ തീരുമാനമാണ് ഞാനിനി ഇതാണ് മുജാഹിദുകളുടെ തീരുമാനം, ഇതാണ് നമ്മുടെ തീരുമാനം, ഇതാണ് തെറ്റാൻ പാടില്ലാത്തത്, ഇതാണ് ശരിയായ മാർഗം. ഇതാ ഈ വെള്ള പേപ്പറിൽ കാണുന്ന ഈ 4 വരിയാണ് നമുക്ക് സ്വർഗം നേടിത്തരുന്നത്. ഈ 4 വരി വിട്ടാൽ 1000 വരികൾ ഉണ്ടായാലും നമ്മൾ നരകാവകാശികളായി തീരും. എന്താണ് ആ 4 വരി? എന്താണ് ആ 4 വരി? ആ 4 വരി നമ്മുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കുന്ന 4 വരിയാണ്. എന്താണ് ആ 4 വരി? ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും, ഖുർആൻ മാത്രമല്ല ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും പോരാ, വ്യാഖ്യാനിക്കുന്നതിനും. നിങ്ങളെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കരുത്. ഒരു ലൈഫായ ഹദീസ് സഹാബികൾ ചർച്ച ചെയ്താൽ, താബികൾ ചർച്ച ചെയ്താൽ, തബുലത്ബാകൾ ചർച്ച ചെയ്താൽ, സലഫുകൾ എന്ന് പറയുന്നവർ ചർച്ച ചെയ്താൽ, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ആ ഉത്തമ തലമുറ ആ ഹദീസിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കിയോ, എന്ത് വ്യാഖ്യാനിച്ചോ, അതേ ഈ വാചകം തെറ്റിപ്പോകരുത്. അവരെന്ത് മനസ്സിലാക്കിയോ, എന്ത് വ്യാഖ്യാനിച്ചോ, അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് യോഗം അംഗീകരിച്ചു. എനിക്കിത് പറയുമ്പോ സമസ്തക്കാരോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. അതെന്താ? മുജാഹിദുകള് സഹാബത്തിനെ തള്ളുന്നവരാണ്. അങ്ങനെ മുജാഹിദുകള് സഹാബത്തിനെ തള്ളുന്നവരാണ് ആണോ? ഈ ഉദ്ധരണി കേട്ട ആർക്കെങ്കിലും മനസ്സിലായോ? എന്താ അത്? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് പറഞ്ഞ അതാ, ആ സ്വഹാബിമാർ അല്ലാഹു അവരെ തെരഞ്ഞെടുത്തു. റളിയല്ലാഹു അൻഹു വറളു അൻ. അതാണ് നമ്മുടെ പോയിന്റ്. ഏത്?
വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹു വറദു എന്ന് പറഞ്ഞില്ലേ? 9-ാം അധ്യായം 100-ാമത്തെ വചനം. മുൻകടന്നു പോയ മുഹാജിറുകൾ, മുൻകടന്നു പോയ അൻസാറുകൾ, അവരെ സ്വാഭാവികമായ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതെന്താ ചോദ്യം? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നമ്മുടെ പ്രമാണമെന്നല്ലേ നമ്മൾ പറയാറുള്ളത്? വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും അല്ലേ നമ്മൾ ആളുകളെ ക്ഷണിക്കാറുള്ളത്? ആളുകൾ സാധാരണ ചോദിക്കും, ആളുകൾ സാധാരണയായി പറയും, അല്ലേ എന്താ ഇത്? ഇപ്പം നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തറക്തു ഫീകും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ്. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്. ആ 2 കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിവിയക്കൂല. അത് ഖുർആനും സുന്നത്തുമാണ്. എന്നാ അതേ നബി എന്നെ പറഞ്ഞ എന്ത്? അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഉർ റാഷിദീൻ. അതതിന്റെ വ്യാഖ്യാനമാണ്. മാന അലൈഹിൽ യൗമ വസ്ഹാബി എന്നത് അതിന്റെ വ്യാഖ്യാനമാണ്. ഖുർആനും സുന്നത്തും സഹാബത്ത് മനസ്സിലാക്കിയ പോലെ. അതുകൊണ്ടാണ് ഏത് വന്നത്? വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്നത് വന്നത് അതുകൊണ്ടാണ്. ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയാണ്, ഇബ്നു ഖയ്യിം ജൗസി പറയാണ്, എന്ത്? ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ വഴി വിട്ടുപോകുക എന്നാണ്. സ്വഹാബത്തിന്റെ വഴി, മുഅ്മിനുകളുടെ വഴി. ആ മുഅ്മിനുകളുടെ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഹാബത്തിന്റെ വഴിയാണ്. ഓർക്കണം, ഈ വഴി വിട്ടുപോകരുത്. ഏതൊരു കാര്യത്തിലും മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്ന എന്തറിയോ? കണിശമായ സുന്നത്തിലേക്ക്. ഇപ്പൊ നമ്മുടെ ഇടയിൽ ആളുകളുടെ ഒരു വളർച്ച എന്തറിയോ? ഒരു തെറ്റും പറ്റില്ല. ഇപ്പൊ ഇമാം ഷാഫിക്ക് അല്ലുമു തെറ്റു പറ്റും, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറ്റും, ഇമാം അഹ്മദ് ബിൻ ഹംബലിന് പറ്റും. പക്ഷെ ഞങ്ങൾ എഴുതിയാൽ അതിൽ തെറ്റില്ല. എന്തൊരു പുതുമ! അതിലൊരു അക്ഷരം തെറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ഓന് ജീവിക്കാൻ ഞങ്ങൾ ഓനെ അനുവദിക്കില്ല. അതിലൊരു അക്ഷരം തെറ്റി. എന്താ ഇത്? ഇതാ തക്ലീദ്. തക്ലീദിനെ എതിർത്തു നമ്മള്, പുസ്തകം എഴുതി. തക്ലീദായത്. അതിലൊരറഫ് പോലും തെറ്റില്ല എന്ന് വാദിക്കുക, അതിനു വേണ്ടി മരിക്കാൻ തയ്യാറാന്ന് പറയാ. എന്തൊരു കഥയായത്! മഹാന്മാരായ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെ അവർക്കൊക്കെ തെറ്റുപറ്റെന്ന് പറഞ്ഞവരാ നമ്മള്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഒരു ഉദ്ധരണി പറയാറുണ്ട് നമ്മള്, മനുഷ്യരിൽ തള്ളാവുന്നതും കൊള്ളാവുന്നതും ഉണ്ടാവും. ഇല്ലാ സാഹിബു ഹാദിഹിൽ ഖബർ. ഹദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന മഹാനൊഴികെ. അത് പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ച നാം പറയണെന്ന്, ഒരക്ഷരം തെറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. എന്തൊരവസ്ഥയായത്! നമ്മൾ സാധാരണ നിങ്ങൾ ആലോചിച്ചേ, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു സംഘടനയുണ്ട്, ഒരു വലിയ നേതൃത്വം. അവർ നേതൃത്വമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു നേതൃത്വമുണ്ട്, വാമറും ഷൂറാബൈനും അങ്ങനെ ഒരു ഷൂറയുണ്ട്. ആ നേതാക്കന്മാർ പറയുന്ന ദീന നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അവരെ തൗഹീദി കാഴ്ചപ്പാട് ദീന നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? സമസ്തയുടെ നേതാക്കന്മാരെടുക്കുന്ന തീരുമാനം ദീന നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? തീരുമാനം തെറ്റായത് കൊണ്ട് നമ്മൾ അവരെ എതിർക്കുന്നത്. തീരുമാനം തെറ്റുകയും ഇസ്ലാമിന്റെ നിയമങ്ങൾ തെറ്റിക്കുകയും ചെയ്താൽ അവരെ അനുസരിക്കാൻ ആർക്കാ ബാധ്യത? എവിടേക്കാ നമ്മുടെ ആളുകളുടെ പോക്ക്? ഇതെല്ലാവരും ചിന്തിക്കണം, സമസ്തക്കാരെ ചിന്തിക്കണം. സമസ്തയുടെ ഷൂറ ഒരു തീരുമാനം എടുത്താൽ അത് ഖുർആനും സുന്നത്തിനെതിരാണെങ്കിൽ നേതാക്കന്മാരെടുത്തു ഞങ്ങൾ അനുസരിച്ചു എന്നോ? നിങ്ങൾ ഞങ്ങളെ പിൻപറ്റിക്കോളൂ, ഞങ്ങൾ പരലോകത്തിങ്ങളെ പറ്റി പറഞ്ഞോളാന്നോ? നമുക്ക് പറ്റിയല്ലോ. നമ്മൾ പഠിച്ചതല്ലല്ലോ, അല്ലല്ലോ നമ്മൾ പഠിപ്പിച്ചു, അതല്ലല്ലോ. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നമ്മൾ ഈ വിജയിച്ചവരുടെ വിജയത്തിന്റെ മാർഗം കണിശമായി പറയുമ്പോ കണിശമായി പറഞ്ഞേ പറ്റൂ. അത് കണിശമായി, അത് ഒരാളെ സ്വീകരിക്കുന്നത്. ഇമാം നാം പറഞ്ഞല്ലോ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയൻ, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നീ ഒറ്റൊരുത്തനേ ഉള്ളൂ, എല്ലാരും നിനക്കെതിരെ. എങ്കിലും നീ അടിയുറച്ച സുന്നത്തിലാണെങ്കിൽ ആ റബ്ബ് നിന്നെ സംരക്ഷിച്ചോളും. ഈ വിശ്വാസം നമുക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞതാ, ലോകത്തിന്റെ ഒരു കോണിൽ നീ ഒറ്റക്കാണ്. അഹ്ലു സുന്നത്തി വൽ ജമാ വഇൻ കുൻത വഹദക്, നീ ഒറ്റക്കാണ്, ഒന്നാ നീ അഹ്ലു സുന്നത്തി വൽ ജമാ. ഈ ഒരു ബോധം നമുക്കെല്ലാം ഉണ്ടാവണം. യുവാക്കളെ, ഇത് ആരോടുള്ള ആക്രോശമല്ല, ഇത് വസ്തുതയിലേക്കുള്ള വെളിച്ചം വീശലാണ്. കാര്യം ഗൗരവമായി പഠിക്കേണ്ടതാണ്. കാര്യം നിങ്ങൾ ആലോചിക്ക്, മഹാന്മാരായ സ്വഹാബികളുടെ ധാരണയിൽ വരെ
തെറ്റുകൾ സംഭവിക്കാമെന്ന് വിശ്വസിച്ച നമ്മൾ, അമ്പിയാക്കളാണ് മൗസൂമികൾ എന്ന് വിശ്വസിച്ച നമ്മൾ 1400 വർഷം പിന്നോട്ട് വന്ന് പല കാരണങ്ങളാൽ പല താല്പര്യങ്ങൾക്കും വിധേയമാകുന്നവർ മൗസൂമികളെക്കാൾ ഒരു ഡിഗ്രി മേലെ വരരുത്. അപകടമാണ്, അപകടമാണ്. അരിച്ചരിച്ചു മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ തഖ്ലീദ്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ചിന്താശേഷി പരലോകത്ത് വിചാരണക്ക് വിധേയമാക്കപ്പെടും. അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകരുത്. ആളെ നോക്കി, തരം നോക്കി, അവസരം നോക്കി പോകാനല്ല അല്ലാഹു നമ്മളോട് പറഞ്ഞത്. മറിച്ച് പടച്ച തമ്പുരാൻ സത്യമേത് എന്നന്വേഷിക്കാൻ, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ. വിശുദ്ധ ഖുർആനിൽ 29-ാം അധ്യായം 69-ാമത്തെ വചന. ഹിദായത്ത് തേടി നിങ്ങൾ അന്വേഷിക്ക്, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരും. അവിടെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തും. പരലോകത്ത് പടച്ചോനോട് നമ്മൾ ദ്വാരക്കണ എന്തിനാ? പടച്ചോനെ, എന്റെ ഹൃദയത്തെ ചാഞ്ചല്യപ്പെടുത്തല്ലേ റബ്ബേ, എന്റെ ഹൃദയത്തെ ഹക്കിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് എന്തിനാ നമ്മൾ പറഞ്ഞത്? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ ഇത്? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ഇത്? നാമല്ലേ മനുഷ്യരെ ഇത് ആലോചിക്കേണ്ടത്? എന്റെ സ്വർഗം കളഞ്ഞു കുളിച്ചിട്ടുള്ള ബന്ധോ? നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് പോലും എന്തിനാണ്? റജുലാനി തഹബ്ബാ ഫില്ലാ ഇജ്തമാ അലൈഹി വതഫറഖ അലൈഹി. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കാൻ, എന്നിട്ട് പടച്ചോൻ വെറുത്തോട്ടെ, എന്റെ കൂട്ടുകാരൻ എന്നെ ഇഷ്ടപ്പെട്ടോട്ടെ, ഓൻ എനിക്ക് ചിലത് ചെയ്തെന്ന് അങ്ങനെയാണോ? എങ്കിൽ നമ്മുടെ പരലോകം കട്ടപ്പുകയാണ്, കട്ടപ്പുകയാണ്. ആ പരലോകത്തിന്റെ കാര്യം ഗൗരവമായി ഓർക്കണം. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് ബിദ്അത്തിന്റെ ഗൗരവം പറയും, സുന്നത്തിന്റെ പ്രാധാന്യം പറയും. എന്തേ കാരണം? എന്താ കാരണം? ഓരോ വിഷയങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് കേട്ടോ. ഓരോ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ സമീപനം എന്താ? മുജാഹിദ് പ്രസ്ഥാനം ഒന്നാമതായി ജനങ്ങളെ ശിർക്കിൽ നിന്ന് കരകയറ്റി. അവർക്ക് ശിർക്ക് എന്താന്ന് പഠിപ്പിച്ചു കൊടുത്തു. തൗഹീദിന്റെ മഹാത്മ്യം പഠിപ്പിച്ചു കൊടുത്തു. ഒരു സിട്ടിയോടും ഒരു മഖ്ലൂക്കിനോടും അവർ പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് സിട്ടികളോട് സഹായം തേടുന്ന ഒരവസ്ഥാവിശേഷം അവർക്കുണ്ടാകരുത്. അതുവഴി ഒരു നാളെ നരകത്തിന്റെ അഖിലുകാരാകരുത്. ഇത് മുജാഹിദ് പ്രസ്ഥാനം ഗൗരവമായി കണ്ടു. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുസ്ലിങ്ങളെ, എല്ലാ മുസ്ലിം സംഘടനകളും ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു തിന്മയെ മൃദുല നയത്തോടു കൂടി സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒരു തിന്മ കണ്ടിട്ട് പിന്നെ പറയാം, നാളെ പറയാം, മറ്റന്നാൾ പറയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ചരിത്രത്തിൽ ഇതൊക്കെ പാഠമാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്തുകൊണ്ട് എവിടെ നോക്കിയാൽ ഇവർക്ക് തർക്കം, എവിടെ നോക്കിയാൽ ഇവർക്ക് ഹദീസിനെ കുറിച്ച്, എവിടെ നോക്കിയാൽ ഇവർക്ക് കൈകെട്ടുന്നതിനെ കുറിച്ച്, എവിടെ നോക്കിയാൽ ഇവർക്ക് താടിയെ കുറിച്ച്, എവിടെ നോക്കിയാൽ ഇവർക്ക് നരിയാണ്ട മേലെ തുണിയെടുക്കുന്നതിനെ കുറിച്ച്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇസ്ലാമിൽ പെട്ട ഇതൊക്കെ, ഇതാണ് ഗൗരവമായ ചർച്ച. ഇതില്ലെങ്കിൽ നരകമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ? പാവപ്പെട്ടവനെ വീട് വെച്ചു കൊടുത്തില്ല എന്നുള്ളതുകൊണ്ട് അന്റെ റബ്ബ് എന്നെ നോക്കൂല, പക്ഷെ നരിയാണിൻ്റെതായ തുണി പോയാൽ അന്റെ റബ്ബ് എന്നെ നോക്കൂല എന്ന് റസൂലത പറഞ്ഞിട്ടുണ്ട്. നരിയാണിൻ്റെതായ തുണി പോയാൽ നിന്റെ റബ്ബ് നിന്നോട് സംസാരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നരിയാണിയുടേതായ തുണി പോയാൽ നിന്റെ റബ്ബ് നിന്നെ സംസ്കരിക്കുകയില്ല എന്ന് നിന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പ്രധാനമാണ്, അത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇതിന് പ്രാധാന്യം കൊടുക്കും. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ പഠിപ്പിച്ച ചില കാര്യങ്ങൾ, ചില ഹദീസുകൾ, ചില വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ഓതി കേൾപ്പിച്ചു തരാം, പഠിപ്പിച്ചു തരാം. ഇതിനറിയോ സാധാരണക്കാരായ ആളുകൾ? ഒന്ന്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഉഹും ഔ അബ്നാഉഹും ഔ ഇഖ്വാനുഹും ഔ അശീറതുഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന വഅയ്യദഹും ബിറൂഹിൻ മിൻഹും. വിശുദ്ധ ഖുർആൻ പറയാണ്, സൂറത്ത് മുജാദല 58-ാം അധ്യായം, സൂറത്ത് മുജാദലയിലെ 22-ാമത്തെ വചനം. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അല്ലാഹുവിനോടോ അവന്റെ റസൂലിനോടോ എതിർത്ത് നിൽക്കുന്നവരുമായി സ്നേഹം ബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല. നബിയുടെ സുന്നത്തിനെ പുച്ഛിക്കുന്നവൻ, നബിയുടെ സുന്നത്തിനെ അപമാനിക്കുന്നവൻ, ബുഖാരിയെ തോട്ടിലെറിയുമെന്ന് പറഞ്ഞവർ, അവരുമായി അവർക്ക് കോംപ്രമൈസ് ഇല്ല. ഒളിഞ്ഞും തെളിഞ്ഞും അവരെ സഹായിക്കുന്ന സമുദായം അവർക്കില്ല. അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുകയും റസൂലിന്റെ വചനങ്ങളെ വലിച്ചെറിയുകയും റസൂലിനെ എതിർക്കുകയും അങ്ങനെ എതിർത്തു നിൽക്കുന്നവരുമായി
മൈത്രി ബന്ധം പുലർത്തുന്നത്. സത്യവിശ്വാസികളെ അവരുമായി മൈത്രി ബന്ധം പുലർത്തി നീ കാണുകയില്ല. എന്നിട്ട് പറയുകയാണ്, അതവരെ, അതായത് എതിർക്കുന്നവർ അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളോ ആരായിരിക്കട്ടെ, ആയിരുന്നാൽ പോലും അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവന്റെ പക്കൽ നിന്നുള്ള ഒരാത്മചൈതന്യം കൊണ്ട് അവനവർക്ക് പിൻബലം നൽകുകയും ചെയ്യും. ഈ ആത്മചൈതന്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, അത് വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പാഠവും പ്രമാണവും മൻഹജുസ് സലഫുമാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായി കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തായ് ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവരതിൽ നിത്യവാസികളായിരിക്കും. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത്തരക്കാരാണ് ഉലൈക ഹിസ്ബുല്ലാഹ്. അതാണ് പോയിന്റ്. ഉലൈക ഹിസ്ബുല്ലാഹ്. നമ്മൾ അള്ളാന്റെ കക്ഷലാകണം.